ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. പാചകക്കാർ തയ്യാറാക്കിയെടുക്കുന്ന മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചുവന്നുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിനായിട്ട് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഇനി സവാള നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഉപയോഗിച്ച ചേരുവകളുടെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സവാള ഒന്ന് വഴന്നു വരുന്ന ടൈമിൽ ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷവും നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തക്കാളി ഒന്ന് കുക്കായി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നീ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 10 കിലോ മട്ടൺ വെച്ചിട്ടുള്ള കറിയാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. മുളക് പൊടിയുടെ അളവ് കുറച്ച് കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് വളരെ സ്വാദുണ്ടാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മട്ടൺ മസാലയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കണം. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് എന്ന ഓപ്ഷനു കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. നന്നായി തിളച്ച് വരുന്ന ഈ ടൈമിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കുക. ഇറച്ചി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ചെടുത്താൽ മാത്രമേ മസാലകളെല്ലാം ഇറച്ചിയിലേക്ക് പിടിക്കുകയുള്ളൂ. രുചികരമായിട്ടുള്ള മട്ടൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഈ റെസിപ്പി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇറച്ചി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ രീതിയിൽ മട്ടൻ കറി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ മട്ടൻ ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചു പോകും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.
പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൊഴുപ്പ് കറിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കറിക്കൊരു പ്രത്യേക സ്മെല്ലും ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഗരം മസാലയുടെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. സദ്യകൾക്കൊക്കെ പാചകക്കാർ വളരെ രുചികരമായി തയ്യാറാക്കുന്ന മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇത്. കറി നന്നായി തന്നെ തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറോടുകൂടി വേണമെങ്കിൽ ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇറച്ചി നന്നായി കുക്കായി വരുന്ന ടൈമിലാണ് ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുന്നതിനായിട്ട് തേങ്ങ വറുക്കുന്നതിനോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ടാണ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത്. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. വറുത്തെടുത്ത തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും മിക്സ് നല്ല ഫൈനായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പ് നന്നായി തിളച്ച് വരുന്ന ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ ഇതാ അവിടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. Thank you.